കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച ഇന്ന്. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ചാണ് ചർച്ച. കേരളം നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. ചർച്ചയിലെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച അറിയിക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4-അംഗ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. 13 ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35%ആക്കി കുറച്ചു. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കും. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. അടിയന്തര പ്രമേയ നോട്ടീസായി ഇത് സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം 5-ാം ദിനത്തിൽ. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ആനയെ തേടി നീങ്ങാനാണ് തീരുമാനം. ഇന്നലെ ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാന ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തിരുന്നു. വിവിധ സംഘമായി തിരിഞ്ഞാണ് വനംവകുപ്പ് ആനയ്ക്കായുള്ള ദൌത്യം തുടരുന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നതിൽ നടപടികളുമായി സർക്കാർ. ഇന്ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തും. യോഗത്തിൽ വനം മന്ത്രി A.K. ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കുസാറ്റ് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. വിവിധ അന്വേഷണ റിപ്പോർട്ടുകൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നുമാണ് KSUവിന്റെ നിലപാട്. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ നിലപാട്. തനിക്കെതിരെ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇന്നുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന ഇടക്കാല ഉത്തരവ് നിലവിലുണ്ട്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് ഡയസ് ആണ് ഹർജി പരിഗണിക്കുക. പോലീസ് സുരക്ഷ തേടി കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത 13 പേരാണ് ഹർജിക്കാർ. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഭീഷണി നേരിടുന്നുവെന്നതാണ് ഹർജിയിലെ പ്രധാന ആരോപണം. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ സർക്കാർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. പദ്ധതി ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി വിധി പറയുക. കോർപ്പറേറ്റുകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ അനുമതി നൽകുന്നതാണ് പദ്ധതി. 3 മാസം മുൻപാണ് ഹർജികളിൽ വാദം പൂർത്തിയായത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. CBSE 10+2 ക്ലാസുകളുടെ പരീക്ഷ ഇന്ന് മുതൽ ആരംഭിക്കും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 13-നും +2 പരീക്ഷ ഏപ്രിൽ 2-നും അവസാനിക്കും. CBSE ബോർഡ് പരീക്ഷകൾ 55 ദിവസം നീണ്ടുനിൽക്കുകയും ഏപ്രിൽ 10-ന് അവസാനിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് തുടരുന്നു. കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിൽ വെച്ചാണ് ചർച്ച നടക്കുക. ഇത് 3-ാം തവണയാണ് കേന്ദ്ര സർക്കാർ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. NCP MLA-മാരുടെ അയോഗ്യതാ ഹർജികളിൽ തീരുമാനമെടുക്കാൻ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർക്ക് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. ആദ്യം ജനുവരി 31 വരെ സ്പീക്കർക്ക് നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി സമയം അനുവദിച്ചിരുന്നു. എന്നാൽ കാര്യത്തിന്റെ സങ്കീർണതയും വ്യാപ്തിയും കണക്കിലെടുത്ത് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിന് ഫെബ്രുവരി 15 വരെ സുപ്രീംകോടതി സമയം നീട്ടി നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ 2 ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഖത്തറിലെത്തിയത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യ ഖത്തർ സൌഹൃദം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമമായ X-ൽ കുറിച്ചു. പ്രധാനമന്ത്രി ഇന്ന് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തും.
ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിന് ഇന്ന് രാജ്കോട്ടിൽ തുടക്കം. ഓരോ മത്സരങ്ങളും ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റത്തിനാണ് സാധ്യത. KL രാഹുലിന് പകരക്കാരനായി സർഫറാസ് ഖാൻ ടീമിലെത്തിയേക്കും. രജത് പാട്ടീദാർ ടീമിൽ തുടർന്നേക്കും.